എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ HSIയുടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിസംബർ 31-നാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ സിലബസ് ഒരു 3 പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ HSI 2025 എന്നും പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പം ഇന്ന് നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്, മോഡൽസ് ഓഫ് ടീച്ചിങ്, ടെക്നിക്സ് ഓഫ് ഇൻഡിവിജ്വലൈസിങ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജോയ്സ് ആൻഡ് വെയിലിനെ കുറിച്ച് പഠിച്ചിരിക്കണം. എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ്? മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ അതൊരു പ്ലാൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കരിക്കുലം ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും, നമ്മുടെ ക്ലാസ് റൂമിലും മറ്റുമുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ പാറ്റേൺ ആണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് ജോയ്സ് ആൻഡ് വെയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതും ഡിസ്ക്രൈബ് ചെയ്തതും ആരാന്ന് ചോദിച്ചാലും, മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് ആരാന്ന് ചോദിച്ചാലും ജോയ്സ് ആൻഡ് വെയിലാണ് കേട്ടോ. ബ്രൂസ് ജോയ്സ് ആൻഡ് മാർഷ വെയിലാണ്. ഇനി 6 തരത്തിലുള്ള ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ആണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ്, സിൻടാക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, ദ സോഷ്യൽ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം, ഇഫക്റ്റ്. എന്താണ് ഫോക്കസ്? ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലേ. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിലും അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫോക്കസ് ആണ് സെൻട്രൽ ഐഡിയ ഓഫ് ദ മോഡൽ എന്ന് പറയുന്നത്. അതായത് ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മോഡലിൻ്റെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് ആണ്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഇത് നമ്മുടെ ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് പോകാം. രണ്ടാമത്തത് സിൻടാക്സ് ആണ്. അതും ചോദിക്കുന്നതാണ്. സിൻടാക്സ് ഈസ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് ദ കംപ്ലീറ്റ് പ്രോഗ്രാം ഓഫ് ടീച്ചിങ്. ടീച്ചിങ് അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ട് അല്ലേ, ഓരോ സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിന് ഓരോ സ്റ്റെപ്സ് ഉണ്ട്, ഒരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. Each teaching model consists of several phases and activities to be arranged in specific sequence. അപ്പോൾ ഓരോ ടീച്ചിങ് മോഡലിലും എന്താണ്, ഒരുപാട് ഘട്ടങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് കറക്റ്റായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോകാം. സിൻടാക്സിന് 3 ഫേസുകളാണുള്ളത്. പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഫ് കോൺസെപ്റ്റ്. അതായത് ടീച്ചർ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുക. അതിൽ പോസിറ്റീവും ഉണ്ടാവും, നെഗറ്റീവ് എക്സാമ്പിൾസും ഉണ്ടാവും. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ നിന്ന് കോമൺ ഐഡിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയും. അപ്പോൾ അതിൻ്റെ സവിശേഷതയൊക്കെ നോക്കി കുട്ടികൾ എന്തോ ചെയ്യുന്നു, കുറേ ഹൈപ്പോത്തിസിസ് ഒക്കെ ഫോമുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിനൊരു ഡെഫിനിഷൻ കണ്ടെത്തുന്നു. അപ്പോൾ കുട്ടി ഒരു കോൺസെപ്റ്റിന് സ്വന്തമായിട്ട് ഡെഫിനിഷൻ കണ്ടെത്തുന്ന ഫേസ് ഏതെന്ന് ചോദിച്ചാൽ ഫേസ് 1 ആണ്. ഇനി ഫേസ് 2-ൽ എന്താണ് നടക്കുന്നത്? ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് ഓഫ് ദ കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് കുട്ടി മനസ്സിലാക്കിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പേര് പറയുന്നു. ഇപ്പോൾ ആനയെക്കുറിച്ചാണ് ടീച്ചർ ഉദ്ദേശിച്ചതെങ്കിൽ ആന എന്നുള്ളൊരു പേര് ടീച്ചർ അവിടെ പറയുവാണ്. പിന്നെ അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും പറയുന്നു. പിന്നീട് ടീച്ചർ എന്തോ ചെയ്യുന്നു, കൂടുതൽ എക്സാമ്പിൾസ് കൊടുക്കുന്നു. കൂടുതൽ എക്സാമ്പിൾസ് കൊടുത്ത് കുട്ടികളുടെ അടുത്ത് പറയുകയാണ് ഈ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. അപ്പോൾ കുട്ടിക്ക് ഫേസ് 1-ൽ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫേസ് 2-ൽ കുട്ടി എന്ത് ചെയ്യുന്നു, ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ടീച്ചർ പറയുകയാണ് ഇനി കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ തനിയെ പറയുക, അല്ലെങ്കിൽ തനിയെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് എഴുതുക എന്ന് പറയുകയാണ്. അപ്പോൾ അതും ചെയ്യുന്നു. അത് ഫേസ് 2-ലാണ് ഇതൊക്കെ നടക്കുന്നത്.
അപ്പോൾ ഓർത്തോണം, കുട്ടികൾ ആ ഒരു കോൺസെപ്റ്റിന് ഡെഫിനിഷൻ നിർവചനം കൊടുക്കുന്നത് phase 1-ലാണ്. ടീച്ചർ ഡെഫിനിഷൻ കൊടുക്കുന്നത് phase 2-ലാണ്. ആ ഒരു കോൺസെപ്റ്റിൻ്റെ പേര് ടീച്ചർ പറയുന്നത് phase 2-ലാണ്. ഇനി phase 3-ൽ എന്താ പറയുന്നത്? അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ്. ഇതാണ് അവസാനത്തെ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർ സ്ട്രാറ്റജീസ് ഇവാലുവേറ്റ് ചെയ്യുവാണ് അല്ലേ. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സും ഹൈപ്പോത്തിസിസിൻ്റെയൊക്കെ റോള് കുട്ടികളെ ഡിസ്കസ് ചെയ്യുന്നതും phase 3-ലാണ്. അടുത്തത് സോഷ്യൽ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ സോഷ്യൽ സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് സോഷ്യൽ സിസ്റ്റത്തിൽ പറയുന്നത്. എവരി ക്ലാസ്സിനെ മിനിയേച്ചർ സൊസൈറ്റി. ഓരോ ക്ലാസ്സും ഒരു ചെറിയ സമൂഹമായിട്ടാണ് കരുതപ്പെടുന്നത്. അതാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ ആണ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ ആർ ദ ഗൈഡ്ലൈൻസ് ഫോർ ദ ടീച്ചേഴ്സ് റെസ്പോൺസ് ടു ദ ലേണർ. While using the model, how should a teacher regard and respond to the activities of the students is a concern of this element. അതായത് ഒരു മോഡൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളോട് എങ്ങനെയാണ് ടീച്ചർ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷനിൽ പറയുന്നത്. റിയാക്ഷൻ എങ്ങനെയാണ് അവരുടെ ഒരു പ്രവർത്തനങ്ങളോട് ടീച്ചർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് സപ്പോർട്ട് സിസ്റ്റം ആണ്. സപ്പോർട്ട് സിസ്റ്റം ഡിസ്ക്രൈബ്സ് ദ സപ്പോർട്ടിങ് കണ്ടീഷൻസ് ടു മീറ്റ് ദ മോഡൽ ഗോൾ. അതായത് നമ്മളൊരു മോഡൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ, നമുക്കൊരു ഫോക്കസ് ഉണ്ട്. അപ്പോൾ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടോ അതിനെയെല്ലാം നമുക്ക് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. നമ്മൾ ബുക്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലാബിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാറുണ്ട്, ചാർട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, എന്ത് സംഭവം ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ആ ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പിന്തുണയ്ക്കുന്ന സംഭവങ്ങളെല്ലാം ചേർത്ത് നമുക്ക് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ എന്താണ് ലാസ്റ്റ് ഇഫക്ട്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗം കുട്ടിക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടുന്നു, അതെങ്ങനെ കുട്ടിയെ സ്വാധീനിക്കുന്നു, ഇതാണ് എഫക്ട്സിൽ പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ യൂട്ടിലിറ്റി ഓർ യൂസേജ് ഓഫ് ദ ലേൺഡ് മെറ്റീരിയൽ. ഇഫക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ് എന്നും നർച്ചർ ഇഫക്റ്റ് എന്നും തിരിച്ചിട്ടുണ്ട്. അതിൽ ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഇഫക്റ്റാണ്. എന്നാൽ നർച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് സൺസെറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുട്ടികളെയും കൊണ്ട് ഫീൽഡ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ സൺസെറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, അവരത് കാണുന്നു, അവർക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുന്നു, എൻ്റെ ലക്ഷ്യം അവിടെ നിറവേറി അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ കൊഗ്നിറ്റീവായിട്ടും അഫക്റ്റീവായിട്ടും സൈക്കോമോട്ടറായിട്ടും നേരിട്ട് ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നർച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് കിട്ടുന്നതല്ല. ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടിക്ക് സൺസെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. കുട്ടി അവിടെ ചെല്ലുന്ന ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുന്നു. പക്ഷേ ചില കുട്ടികൾ എന്താണെന്നറിയാവോ, അവർക്ക് ആ ഒരു സൺസെറ്റ്, ആ ഒരു ബ്യൂട്ടിയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, ആ ഒരു കാഴ്ച, ആ ഒരു സൗന്ദര്യബോധത്തിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവർ വീട്ടിൽ ചെല്ലുകയും ആ ഒരു സൺസെറ്റിൻ്റെ പിക്ചർ വരയ്ക്കുകയും അതുപോലെ കവിത എഴുതുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അത് എന്താണ്, നമ്മുടെ ആ ഒരു പഠനാന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയതല്ല, ഇൻഡയറക്റ്റായിട്ട് കിട്ടിയതാണ്. ഞാൻ ചെയ്ത ആ ഒരു മോഡലിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോക്കസിൽ ആ ഒരു ലക്ഷ്യം ഇല്ലായിരുന്നു അല്ലേ. കുട്ടിക്ക് ആ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ കുട്ടിക്ക് ഈ ഒരു കോൺസെപ്റ്റിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടെ കിട്ടി. അതല്ലേ നർച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ടീച്ചിങ് മോഡൽസിനെ 4 ബേസിക് ഫാമിലീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഉണ്ട്, പേഴ്സണൽ ഫാമിലി ഉണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി ഉണ്ട്, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി ഉണ്ട്. ഇതൊക്കെ പറയാൻ നിന്ന് ഒത്തിരി ഉണ്ട്. അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രം ഒന്ന് നോക്കിപ്പോൾ. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് ബ്രൂണറിൻ്റെ ആണെന്നറിയാം. അത് തന്നെയാണ് മിക്കവാറും സബ്ജക്റ്റ് പെഡഗോജിയിൽ ചോദിക്കാറുള്ളത്, റിപ്പീറ്റ് ചെയ്ത്. അതുപോലെ തന്നെ ബ്രൂണറിൻ്റെ 2 മെയിനായിട്ടുള്ള തിങ്കിങ് സ്ട്രാറ്റജീസാണ് സെലക്ഷനും റിസപ്ഷനും. അതുപോലെ തന്നെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഇറ്റ് ഈസ് ആൻ ഇൻഡക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് ഇൻ വിച്ച് ലേണേഴ്സ് ഐഡൻറ്റിഫൈ ദ ആട്രിബ്യൂട്ട്സ് ഇൻ എ ഡാറ്റ സെറ്റ് ആൻഡ് ദെൻ ഡിഫൈൻ ദ കാറ്റഗറി ദേ ബിലോങ് ടു ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാനൊന്ന് ചുരുക്കി പറയുവാണ്.
ഇപ്പം ഞാൻ ഒരു 5 മൃഗങ്ങളുടെ പിക്ചർ, അതിൽ കടുവയുണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്, മാനുണ്ട്, മുയലുണ്ട്. അപ്പോൾ ഇത്രയും പിക്ചർ കുട്ടികളുടെ മുമ്പിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പോസിറ്റീവ് എക്സാമ്പിളേഴ്സും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ എനിക്കൊരു കോൺസെപ്റ്റ് മനസ്സിലുണ്ട്, അത് നമ്മൾ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ കുട്ടികൾ അതൊക്കെ പരിശോധിച്ച് അതിൻ്റെ സവിശേഷതകളും കാര്യങ്ങളും ഒക്കെ നിർവചിച്ച് എന്ത് ചെയ്യുന്നു, ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുവാണ്. അതായത് ഈ കടുവയും പുലിയും എന്നൊക്കെ പറയുന്നത് മാംസഭോജികളാണെന്നും മാനും മുയലും എന്നൊക്കെ പറയുന്നത് സസ്യഭോജികളാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കുട്ടി എത്തിച്ചേരുവാണ്. അപ്പോൾ ഇതാണ് ഈ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊരു ഇൻഡക്റ്റീവ് ടീച്ചിങ് മെത്തേഡാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബ്രൂണർ പറഞ്ഞിരിക്കുന്നത് കോൺസെപ്റ്റ്സിന് 5 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ്. ഫസ്റ്റ് ഒരു നെയിം ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ആസിഡ്സിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ നെയിം എന്താണ്, ആസിഡ്സ് എന്നാണ്. നെക്സ്റ്റ് എക്സാമ്പിളേഴ്സ്, അതല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും അല്ലേ. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് കൊടുക്കുന്നു, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കൊടുക്കുന്നു, സൾഫ്യൂരിക് ആസിഡ് കൊടുക്കുന്നു, നൈട്രിക് ആസിഡ് കൊടുക്കുന്നു. അപ്പോൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള എക്സാമ്പിൾസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എസെൻഷ്യലും നോൺ എസെൻഷ്യലും ആയിട്ടുള്ളത് കൊടുക്കും. അതായത് ഇപ്പം എന്താ പറയുക, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു എന്ന് പറയുന്നത് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് അല്ലേ. അതുപോലെ തന്നെ ആസിഡിന് പുളി രുചിയാണുള്ളത്. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്. ഇനി നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത് എഡിബിൾ ആയിട്ടുള്ള ആസിഡ്സ് ഉണ്ടല്ലേ, നമ്മൾ സിട്രിക് ആസിഡ് നാരങ്ങയ്ക്കകത്തുള്ളത്, അതൊക്കെ എഡിബിൾ ആയിട്ടുള്ളതല്ലേ. അതെന്ന് പറയുന്നത് വലിയൊരു കാര്യമില്ല അതല്ലേ, അതൊക്കെ എന്താണ്, നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുക്കും. ഇനി ആട്രിബ്യൂട്ട് വാല്യൂ, ഓരോ ആട്രിബ്യൂട്ട്സിലും ഉള്ള ഒരു മൂല്യം നമ്മൾ തിരിച്ചറിയുന്നു. ഇപ്പം നമ്മൾ ആനയുടെ കാര്യം തന്നെ പറയുമ്പോഴേ, ആനയുടെ കാല്, അല്ലെങ്കിൽ ആനയ്ക്ക് 4 കാലുണ്ട്, അതുപോലെ തന്നെ 2 ചെറിയ കണ്ണുകളുണ്ട് എന്നൊക്കെ പറയുന്നത് ആട്രിബ്യൂട്ടാണ് അല്ലേ, അതിൻ്റെ സവിശേഷതകളാണ്. ഇനി ആനയുടെ മുറം പോലുള്ള 2 ചെവികളാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെമ്പരത്തിക്ക് കടും ചുവപ്പ് നിറമാണ്, അങ്ങനെ നമ്മൾ എടുത്ത് പറയില്ല, അതിൻ്റെ മൂല്യം പറയത്തില്ലേ, അതിനെയാണ് ആട്രിബ്യൂട്ട് വാല്യൂസ് എന്ന് പറയുന്നത്. റൂൾ എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 5 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, നെയിം ഓഫ് ദ കോൺസെപ്റ്റ് അല്ലേ. ഒരു കോൺസെപ്റ്റിന് ഒരു പേരുണ്ടായിരിക്കും. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എക്സാമ്പിൾസ് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ ഈ ഒരു പ്രോസസ്സ് കുട്ടികൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, എക്സാമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ ആട്രിബ്യൂട്ട്സ്, സവിശേഷതകൾ ലിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ഡെഫിനിഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അഡീഷണൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കുന്നു. ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ഏറ്റവും അവസാനം അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് മോഡൽസ് നോക്കാം. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ഹിൽഡ തബേഡയാണ്. അതുപോലെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ റിച്ചാർഡ് സച്ച്മാൻ ചോദിക്കാറുള്ളതാണ്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ബ്രൂണർ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അസുബൽ. ബയോളജിക്കൽ സയൻസ് എൻക്വയറി മോഡൽ ജോസഫ് ജെ ഷുവാബാണ്. മെമ്മറി മോഡൽ എന്ന് പറയുന്നത് ജെറി ലൂക്കാസ് ആണ്. നെക്സ്റ്റ് കൊഗ്നിറ്റീവ് ഗ്രോത്ത് മോഡൽ ജീൻ പിയാഷെയും എഡ്മണ്ട് സുല്ലിവാനുമാണ്. ഇനി അടുത്തത് എൻക്വയറി ട്രെയിനിങ് മോഡലാണ്. ഇത് റിച്ചാർഡ് സച്ച്മാൻ്റെ ആണ്. ഇവിടെ നമ്മൾ കുട്ടികളുടെ എൻക്വയറി ട്രെയിനിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ടീച്ചർ ഒരു പ്രോബ്ലം കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ചിലപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് ആവാം. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ കണ്ടുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നുള്ള ഡൗട്ട്സ് അവർ യെസ് ഓ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പോൾ അതൊരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആവരുത്, യെസ് ഓ നോ ക്വസ്റ്റ്യനേ ആവുള്ളൂ. മാക്സിമം കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ഒരു എൻക്വയറി ട്രെയിനിങ് മോഡലിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 5 ഫേസാണ് ഇതിൻ്റെ സിൻടാക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻക്വയറി ട്രെയിനിങ് മോഡലിൽ എത്ര ഫേസാണുള്ളത്? എത്ര ഫേസ് ഉണ്ട്? 5 ഫേസാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ദ പ്രോബ്ലം. നമ്മൾ എന്താണ്, നമ്മളൊരു ടോപ്പിക്കാണോ കുട്ടികൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആണോ, പസ്ലിംഗ് സിറ്റുവേഷൻ ആണോ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ കുട്ടികൾക്ക് മുമ്പിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ഗ്യാതറിങ് ആൻഡ് വെരിഫിക്കേഷനാണ്. എന്ന് വെച്ചാൽ ആ ഒരു പ്രോബ്ലം കുട്ടി മനസ്സിലാക്കി നിന്ന് അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. ആ ഡൗട്ടുകളെ യെസ് ഓ നോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ടീച്ചറിനോട് ചോദിക്കാം. അപ്പോൾ അതൊരിക്കലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആവരുത്, യെസ് ഓ നോ ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൻ്റെ അകത്ത് പറ്റത്തുള്ളൂ.
ഇനി മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഡാറ്റ ഗ്യാതറിങ് എക്സ്പെരിമെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കുട്ടികൾക്ക് കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുമല്ലേ. യെസ് ഓ നോ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിലൂടെ അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയറായി, അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി ഫേസ് 4 ഈ കിട്ടിയ കാര്യങ്ങളെല്ലാം അവർ ഓർഗനൈസ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത് ഒരു എക്സ്പ്ലനേഷനിലേക്ക് എത്തിച്ചേരുവാണ്. അവസാനത്തെ ഫേസിൽ നമ്മൾ ഈ ഇൻക്വയറി പ്രോസസ്സിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. ഇപ്പം 5 ഫേസും എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ഫേസ് ചിലപ്പോൾ ചോദിക്കാം, എത്ര ഫേസ് ഉണ്ടെന്ന് ചോദിക്കാം. പസിലിംഗ് സിറ്റുവേഷൻസ് കൊടുക്കുന്ന മോഡൽസ് ഓഫ് ടീച്ചിങ് ഏതെന്ന് ചോദിക്കാം. നന്നായിട്ട് തന്നെ പഠിക്കുക. സ്ട്രക്ചറൽ ആൻഡ് ഹയറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കൺസെപ്റ്റ് ഡിസ്ക്രൈബ്സ് ഇൻ എവിടെയാണ്? കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ് ഓപ്ഷൻ എ. ദ ടീച്ചർ യൂസസ് എക്സാമ്പിളേഴ്സ് ആൻഡ് നോൺ എക്സാമ്പിളേഴ്സ് വൈൽ ട്രാൻസാക്ടിങ് ദ കണ്ടൻറ്റ് വൈൽ യൂസിങ്. അപ്പോൾ എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് എക്സാമ്പിളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ് ഓപ്ഷൻ ബി. സിൻടാക്സ് ഓഫ് എ മോഡൽ റെപ്രസെൻറ്റ്സ് ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ 3 ഫേസസ് ആണല്ലേ സിൻടാക്സിൽ പറഞ്ഞത്. ഫേസസ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സ് യൂസ്ഡ് ഇൻ മോഡൽസ് ഓഫ് ടീച്ചിങ് ഈസ്. നമ്മൾ പറഞ്ഞില്ലേ, അതിനെ നമ്മൾ ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനെയും റിസോഴ്സിനെയും എന്താ പറയുന്നത്? സപ്പോർട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത് അല്ലേ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ, ടീച്ചർ പോസിറ്റീവ് എക്സാമ്പിൾസ്, അതായത് നഖം വെട്ടി, കത്രിക, അതുപോലെ തന്നെ നെഗറ്റീവ് എക്സാമ്പിൾസ് നൈഫ്, ബ്ലേഡ്, അതൊക്കെ ടീച്ചർ കൊടുക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ്? ഉത്തോലകങ്ങളെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏത് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ്? നമ്മൾ പഠിച്ചതാണ്, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ് ഓപ്ഷൻ ബി. അടുത്തൊരു ചോദ്യമാണ്, വിച്ച് മോഡൽ ദ ടീച്ചേഴ്സ് യൂസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ദ സയൻറ്റിഫിക് പ്രോസസ് ടു ഹെൽപ്പ് എ സ്റ്റുഡൻസ് ടു ഗെയിൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ കോൺസെപ്റ്റ്. ഏത് മോഡലാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയും സയൻറ്റിഫിക് പ്രോസസ്സിലൂടെയും കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഒരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഏതാണ്? കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ് ഓപ്ഷൻ ബി. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ കംസ് ഇൻ ഡാഷ് ഫാമിലി. അഡ്വാൻസ് ഓർഗനൈസർ മോഡലും കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലും എൻക്വയറി ട്രെയിനിങ് മോഡലും എല്ലാം ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നതാണ്. സ്ട്രക്ചർ ഓഫ് ലെസൺ ഇൻ മോഡൽസ് ഓഫ് ടീച്ചിങ് ടേംഡ് സ്ട്രക്ചർ ഓഫ് ലെസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്ന ലക്ഷ്യമാണ് അല്ലേ. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ്. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ്. സിൻടാക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു ഘട്ടങ്ങളെയാണ് നമ്മൾ സിൻടാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, ആ ഘട്ടങ്ങളെയാണ്. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ലെസൺ ഇൻ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് സിൻടാക്സ് ആണ്. ഇനി അടുത്തത് ജൂറീസ് പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ. അപ്പോൾ സോഷ്യൽ സയൻസുകാർക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് ചിന്തിക്കാനും അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെയുള്ളൊരു മോഡലിനെയാണ് നമ്മൾ ഈ ജൂറീസ് പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഡൊണാൾഡ് ഒലീവർ ആണ്. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ഡെവലപ്പ് ചെയ്തത് ഹിൽഡ ടാബയാണ്. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡലിന് 3 ഫേസസ് ആണുള്ളത്. ഒന്നാമത്തത് ഡേറ്റ കാറ്റഗറൈസേഷൻ, രണ്ടാമത്തത് ഇൻ്റർപ്രറ്റിംഗ് ദ ഡേറ്റ, മൂന്നാമത്തത് ആപ്ലിക്കേഷൻ ഓഫ് ജനറലൈസേഷൻ. ഇങ്ങനെ 3 ഫേസാണ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡലിന് ഉള്ളത്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ കൊണ്ടുവന്നത് ഡേവിഡ് അസുബൽ ആണ്. അവിടെ 3 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അഡ്വാൻസ് ഓർഗനൈസർ പ്രസൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലേണിംഗ് ടാസ്ക് പ്രസൻറ്റ് ചെയ്യുന്നു. മൂന്നാമത്തത് സ്ട്രെങ്തനിങ് കോഗ്നിറ്റീവ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കാം അഡ്വാൻസ് ഓർഗനൈസർ മോഡലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അല്ലാതെ ഇതിൽ നിന്ന് വലുതായിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. മിക്കവാറും ചോദിക്കുന്നത് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ ഡേവിഡ് ഒസുബലുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന മോഡൽ ഏതാണ്, അങ്ങനെയാണ് സാധാരണ ചോദിച്ചു കാണുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ലേണർ സെൻറ്റർ മെത്തേഡിൽ ആർക്കാണ് ആക്റ്റീവ് റോള്? കുട്ടിക്കാണ്. അപ്പോൾ ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലേ, കുട്ടിക്ക് ആവശ്യമായ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടീച്ചറും കുട്ടിയും ഈക്വലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ഗ്രൂപ്പ് വർക്കിനാണ്. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ബാക്കിയുള്ളവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് അല്ലെങ്കിൽ സഹകരിക്കാനും ഒക്കെ പഠിക്കത്തുള്ളൂ. ഇനി എന്തൊക്കെയാണ് ലേണർ സെൻറ്റർഡ് മെത്തേഡിൻ്റെ എക്സാമ്പിൾസ്? പ്രോജക്റ്റ് മെത്തേഡ്, ഡിബേറ്റ്സ്, സെമിനാർ, കോപ്പറേറ്റീവ് ലേണിംഗ്,
ഗ്രൂപ്പ് ഡിസ്കഷൻ, ആക്ടിവിറ്റി മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. അപ്പോൾ ഏതൊക്കെ മെത്തേഡിലാണോ കുട്ടിക്ക് ആക്റ്റീവ് റോള് കൊടുക്കുന്നത് അതെല്ലാം തന്നെ ലേണർ സെൻറ്റർഡ് മെത്തേഡിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ലേണർ സെൻറ്റർഡ് ടീച്ചിങ് മെത്തേഡ്സ് പറയുമ്പം അതിൽ എടുത്തു പറയുന്ന 3 പ്രധാനപ്പെട്ട മെത്തേഡാണ് ആക്റ്റീവ് ലേണിങ്ങും, കോപ്പറേറ്റീവ് ലേണിങ്ങും, ഇൻഡക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിങ്ങും. അപ്പോൾ അത് 3 എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ആക്റ്റീവ് ലേണിംഗ് ആണ്. പേര് പോലെ തന്നെ അവിടെ ആക്റ്റീവ് റോള് നമ്മുടെ പിള്ളേരാണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ കുട്ടികളുടെ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? നമ്മുടെ അനാലിസിസ്, സിന്തസിസ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇതൊക്കെ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിൽ വരുന്നതാണ്. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. നമുക്കിനി എക്സാമ്പിൾ പറഞ്ഞാൽ എന്തിനാണ്? ആക്റ്റീവ് ലേണിങ്ങിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിങ്, അതുപോലെ ഡിസ്കഷൻ, ഗ്രൂപ്പ് വർക്ക്, ഫോമുലേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, റോൾ പ്ലേയിങ്, ഇതൊക്കെ ആക്റ്റീവ് ലേണിംഗ് ആക്ടിവിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. നമുക്കറിയാം കുട്ടികൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് പഠിക്കുന്നു അല്ലേ. അപ്പോൾ കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം അല്ലേ. ഇപ്പം ഒരു ഗ്രൂപ്പിൽ 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ എക്സാമ്പിൾസ് പറഞ്ഞാൽ പിയർ ട്യൂട്ടോറിങ്, അതായത് ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെ കൂട്ടുകാർക്ക് ചില ടോപ്പിക്കൊന്നും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ക്ലാസ് എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ ടീം ടീച്ചിങ്, 2ഓ അതിലധികമോ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതാണ് ടീം ടീച്ചിങ്. റോൾ പ്ലേ, അതൊക്കെ കോപ്പറേറ്റീവ് ലേണിങ്ങിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ലേണർ സെൻറ്റർ ടീച്ചിങ് മെത്തേഡ്സിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഏതാണ്? ആക്റ്റീവ് ലേണിംഗ്. രണ്ടാമത്തെ കോപ്പറേറ്റീവ് ലേണിംഗ് പറഞ്ഞു. മൂന്നാമത്തെ എന്താണ്? ഇൻഡക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ ഇൻഡക്റ്റീവ് ടീച്ചിങ്ങിൽ ISG എന്ന് പഠിച്ചു വെച്ചേക്കും. അപ്പം ഇൻഡക്റ്റീവ് ടീച്ചിങ് എന്താണ്? സ്പെസിഫിക് ടു ജനറൽ ആണ്. അതായത് കുട്ടിക്ക് കുറേ എക്സാമ്പിൾസ് ടീച്ചർ കൊടുക്കുന്നു. എക്സാമ്പിൾസിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു പൊതു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് പറയുന്നത്. ഈ പ്രോജക്റ്റ് മെത്തേഡും എൻക്വയറി ലേണിങ്ങും ഒക്കെ ഇൻഡക്റ്റീവ് ടീച്ചിങ്ങിന് എക്സാമ്പിൾസ് ആണ്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യത്തിൽ നിന്ന് അറിയാത്ത കാര്യത്തിലേക്ക് പോകുന്നു. നോൺ ടു അൺനോൺ എന്നോ, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് എന്നോ, എക്സാമ്പിൾ ടു റൂൾ എന്നോ, സ്പെസിഫിക് ടു ജനറൽ എന്നോ എന്ത് ചോദിച്ചാലും ഇൻഡക്റ്റീവ് മെത്തേഡാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഇൻഡക്റ്റീവ് മെത്തേഡിന് ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. ഒരു ടീച്ചർ കുറേ എക്സാമ്പിൾ കൊടുക്കുവാണ്. അതായത് 2 + 2 = 4, 4 + 4 = 8, 6 + 6 = 12 എക്സാമ്പിൾസ് കൊടുത്തു. കുട്ടികളത് പരിശോധിക്കുന്നു. അതിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യും? ഒരു റൂള് കുട്ടികൾക്ക് കിട്ടും. എന്താണ്? 2 + 2 2 ഈവൻ നമ്പറാണ്, കൂട്ടുമ്പോഴും ഈവൻ നമ്പറാണ് കിട്ടുന്നത് അല്ലേ. 4 + 4 2 ഈവൻ നമ്പറാണ്, കൂട്ടുമ്പോൾ ഈവൻ നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 ഈവൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു. അപ്പോൾ ഇതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഇത് ഹ്യൂറിസ്കോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ടു ഡിസ്കവർ എന്നാണ്. ഡിസ്കവർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടെത്തുക. പിന്നെന്താ പറയുന്നത്? ഇത് പ്രപ്പോസ് ചെയ്തത് ആംസ്ട്രോങ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പ്രപ്പോസ് ചെയ്തത് ആംസ്ട്രോങ് ആണ്. അതുപോലെ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ വെച്ച് കുറച്ച് അറിവുകൾ മാത്രം കൊടുക്കും. ബാക്കിയൊക്കെ എന്ത് ചെയ്യും? അവർ സ്വയം അന്വേഷിച്ച് കണ്ടെത്തണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ഹൈപ്പോത്തിസിസ് ഫോമുലേറ്റ് ചെയ്യുക, ഡേറ്റാസ് കളക്ട് ചെയ്യുക, ഈ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ. അപ്പോൾ ഇതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ കുട്ടി ചെയ്ത പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അല്ല കുട്ടിക്ക് എന്ത് റിസൾട്ട് കിട്ടി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനല്ല, പ്രോസസ്സിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിരിക്കുന്ന സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പ്രോജക്റ്റ് മെത്തേഡ്, അപ്പോൾ ഇതെന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ലേണിംഗ് ബൈ ഡൂയിങ് പ്രിൻസിപ്പളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ കുട്ടികളെ നമ്മൾ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് കുറച്ച് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള കുട്ടികളുമായിട്ട് സഹകരിച്ച് അവർ ഇൻട്രസ്റ്റോടു കൂടി ഓരോ കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് സ്വയം കണ്ടെത്തി പഠിക്കുന്നു. അതാണ് പ്രോജക്റ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണേ, ജോൺ ഡൂയി ആരാണ്? പ്രാഗ്മാറ്റിസത്തിൻ്റെ വക്താവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷനാണ് ഈ പറയുന്ന പ്രോജക്റ്റ് മെത്തേഡ്. അപ്പോൾ പ്രാഗ്മാറ്റിസത്തിൻ്റെ ഫൗണ്ടറാണ് ജോൺ ഡൂയി.
അദ്ദേഹം എഡ്യൂക്കേഷനിൽ കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷനാണ് ഈ പറയുന്ന പ്രോജക്റ്റ് മെത്തേഡ്. എന്നാൽ ക്വസ്റ്റ്യൻ വരുന്നത് ഫാദർ ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് ആരാന്ന് ചോദിച്ചാൽ അത് കിൽപാട്രിക് ആണ്. തെറ്റിപ്പോകരുത്. ഫാദർ ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് ചോദിച്ചാൽ കിൽപാട്രിക് ആണ്. ആരുടെ കോൺട്രിബ്യൂഷനാന്ന് വെച്ചാൽ പ്രാഗ്മാറ്റിസം ആണ്, ജോൺ ഡൂയി ആണ്. മാറിപ്പോകരുത്. ഇനി അടുത്തത്, എ പ്രോജക്റ്റ് മെത്തേഡ് ഈസ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഇത് ആരുടെയാണ്? ഇത് കിൽപാട്രിക് പറഞ്ഞതാണ്. പ്രോജക്റ്റ് മെത്തേഡിനെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്? നമ്മുടെ ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനമാണ് പ്രോജക്റ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക, അതായത് ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് പ്രോജക്റ്റ് മെത്തേഡ്. അടുത്തത് പ്രോജക്റ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ആണ്. നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം അത് നിർവഹിക്കുന്നു, അല്ലേ, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു, റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡിംഗ്. ഇനിയൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ സൈക്കോളജിക്കൽ ലോസ് ഓഫ് ലേണിംഗ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ നമ്മൾ പഠിച്ച ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ഇത് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്തതെന്ന് ചോദിച്ചാൽ പ്രോജക്റ്റ് മെത്തേഡാണ്. നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ സ്പെസിഫിക് ടു ജനറൽ ആണല്ലേ, ISG എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഡിഡക്റ്റീവ് മെത്തേഡ് നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് DGP എന്നാണ് അല്ലേ, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ജനറൽ ടു പർട്ടിക്കുലർ ആണ് അല്ലേ. അവിടെ ടീച്ചർ അറിയാത്ത കാര്യങ്ങൾ കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്നു, അവിടെ നിന്ന് അറിയാവുന്ന കാര്യത്തിലേക്ക് വരുന്നു. അപ്പം മാത്സ് ടീച്ചർ ഏരിയ കാണാനുള്ള ഇക്വേഷൻ കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. അതിന് അറിയാത്ത കാര്യമാണ്, ആദ്യമായിട്ട് കാണുവാണ്. ആ ഇക്വേഷൻ ആദ്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം പ്രോബ്ലംസ് കൊടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അറിയാത്ത കാര്യത്തിൽ നിന്ന് കുട്ടി അറിയാവുന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റേതിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. അബ്സ്ട്രാക്റ്റ് ടു കോൺക്രീറ്റ്, ജനറൽ ടു പർട്ടിക്കുലർ, അൺനോൺ ടു നോൺ, റൂൾ ടു എക്സാമ്പിൾ. ഇതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് ഡാൾട്ടൺ പ്ലാൻ ആണ്. ഡാൾട്ടൺ പ്ലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ലബോറട്ടറി മെത്തേഡ് എന്ന് പറയും. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഹെലൻ പാർക്ഹേഴ്സ്റ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുകയാണ്. കുട്ടികളാണ് ഇവിടെ സയൻറ്റിസ്റ്റ്. അതുപോലെ ക്ലാസ് റൂം ലബോറട്ടറി ആയിട്ട് അവർ കാണുന്നു. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു മുറിയിലിരുന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഇതാണ് ഈ ഡാൾട്ടൺ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാ ക്ലാസ്സിൻ്റെ ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ടേബിളോ ഒന്നും തന്നെ ഇല്ല. ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികൾ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് സഹകരിച്ച് അവരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ വർക്കുകൾ പൂർത്തിയാക്കുന്നു. അപ്പോൾ ഇവിടെ എയിം എന്ന് പറയുന്നത് കുട്ടികളിൽ മെൻ്റലായിട്ടും മോറലായിട്ടും ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും ഒരു ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു എയിമോട് കൂടിയാണ് ഈ ഡാൾട്ടൺ പ്ലാൻ വന്നിരിക്കുന്നത്. ഡാൾട്ടൺ പ്ലാന് 3 പ്രധാനപ്പെട്ട പാർട്സ് ആണുള്ളത്. ദ ഹൗസ്, ദ അസൈൻമെൻറ്റ്, ദ ലബോറട്ടറി. ദ ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ കൂട്ടായ്മയാണ്, സോഷ്യൽ കമ്മ്യൂണിറ്റി ഓഫ് സ്റ്റുഡൻസ്. ദ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഓരോ മാസവും അവർക്ക് എന്താണ് ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും, അതിനെയാണ് ദ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ദ ലബോറട്ടറി എന്ന് പറയുന്നത് അവരുടെ സബ്ജക്റ്റ് ക്ലാസ് റൂമിനെയാണ്. പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് പ്രോസസ് സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റി വളർത്താൻ ഏറ്റവും യോജിച്ച രീതി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആൻസർ എന്താണ്? ആൻസറായിട്ട് കൊടുത്തിരുന്നത് ഈ പറയുന്ന പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ അധ്യാപകൻ എന്തു ചെയ്യും? ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിലെ ഒരു പ്രധാന ഭാഗം കുട്ടികൾക്ക് മുമ്പിൽ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കും. എന്നിട്ട് കുട്ടികളെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പരിശീലിപ്പിക്കുന്നു. എന്നിട്ട് കുട്ടികളെ എന്ത് ചെയ്യും? ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് കുട്ടികൾ തന്നെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഒരു നിഗമനത്തിലെത്തുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷനും ഒക്കെ അവർ തന്നെ സംഘടിപ്പിച്ച് അവസാനം ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോബ്ലം സോൾവിങ് മെത്തേഡിൽ വരുന്ന 2 രീതികളാണ് ഈ പറയുന്ന ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും. അപ്പോൾ എന്താണ് ഒരു പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്? പഠിച്ചേക്കണേ. നമ്മളൊരു പ്രോബ്ലത്തിനെ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ആ പ്രോബ്ലത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ശേഖരിച്ച വിവരത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിനുശേഷം ജനറലൈസേഷൻ ആൻഡ് കൺക്ലൂഷനിൽ എത്തുന്നു. എന്നിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്സ്.
അടുത്ത നമുക്കറിയാവുന്നതാണ് ലെക്ചർ മെത്തേഡ്. പണ്ട് പണ്ടേ ഉള്ള മെത്തേഡാണ് അല്ലേ. ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് ചോദിച്ചാലും ടീച്ചർ സെൻറ്റേഡ് മെത്തേഡ് എന്ന് പറഞ്ഞാലും ലെക്ചർ മെത്തേഡാണ്. അതുപോലെ ടീച്ചറിനാണ് ഇവിടെ ആക്റ്റീവ് റോള്, കുട്ടികൾക്കെല്ലാം പാസീവ് റോളാണ്. ഇവിടെ കുട്ടികൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് നോളേജ് കിട്ടുന്നു, അല്ലെങ്കിൽ കണ്ടക്ട് നോളേജ് കൂടുതലായിട്ട് കിട്ടുന്നു, അല്ലാതെ കുട്ടികൾക്ക് വേറെ റോളൊന്നുമില്ല. അതുപോലെ ഇപ്പോഴും കോളേജിലും ഹയർ ക്ലാസ്സിലും ഒക്കെ ഈ ഒരു ലെക്ചർ മെത്തേഡ് തന്നെയാണ് പിന്തുടരുന്നത്. ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാലും അതും എന്താണ്, ലെക്ചർ മെത്തേഡാണ്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഐഡിയലിസത്തിനെയാണ് കേട്ടോ. അടുത്ത് നമുക്ക് എല്ലാം അറിയാം ഡിസ്കഷൻ മെത്തേഡ്. പക്ഷെ വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയായിരിക്കും എടുക്കുന്നത്? ഏതായിരിക്കും? വ്യത്യസ്ത അഭിപ്രായമുള്ള പ്രശ്നം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഒരു ചർച്ച ചെയ്ത് വേണം എന്ത് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡിസ്കഷൻ മെത്തേഡ്. ഇപ്പോൾ ലെക്ചർ മെത്തേഡിൽ നിന്ന് മാറി കുട്ടികൾക്ക് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള റോള് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഡിസ്കഷൻ മെത്തേഡ്. കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഒരു പ്രശ്നം കൊടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കുട്ടികൾ നിഗമനത്തിലെത്തി അവസാനം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നതാണ് ഡിസ്കഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, തിങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് പവേഴ്സ്, ഇതൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തത് ഡിസ്കവറി മെത്തേഡാണ്. അപ്പോൾ എപ്പോഴും ചോദിച്ചു കാണുന്നത് ഫാദർ ഓഫ് ഡിസ്കവറി ലേണിംഗ് ആരാണ്? ബ്രൂണറാണ്. അതുപോലെ തന്നെ ലേണേഴ്സ് കൺസ്ട്രക്ട് ദെയർ ഓൺ നോളേജ് ബൈ എക്സ്പെരിമെൻറ്റിങ്. പരീക്ഷണങ്ങളിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു? സ്വയം അവന് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഡിസ്കവറി മെത്തേഡ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രോബ്ലം സോൾവിങ്ങിനെയും കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ്. അതുപോലെ കുട്ടികളുടെ മെറ്റാ കോഗ്നിറ്റീവ് സ്കിൽസ് പ്രൊമോട്ട് ചെയ്യുന്നു. അടുത്ത ലബോറട്ടറി മെത്തേഡാണ്. ഇത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ്. ടീച്ചറാണ് ഇവിടെ ഒരു ഗൈഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ടീച്ചർ അവർക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അതുപോലെ ആവശ്യമായ മെറ്റീരിയൽസും എക്യുപ്മെൻറ്റ്സും ഒക്കെ കൊടുക്കുന്നു. ടീച്ചർ ഇവിടെ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, അതായത് ഒരു സഹായി മാത്രമാണ്. അല്ലാതെ ലാബിൽ പോയിട്ട് ടീച്ചറാണോ പരീക്ഷണം എല്ലാം ചെയ്ത് കാണിക്കുന്നത്? അല്ല, കുട്ടികൾ തന്നെ ചെയ്യുന്നു, അവർക്ക് ആവശ്യമായ സഹായം ടീച്ചർ ചെയ്തു കൊടുക്കുന്നു. അടുത്തത് ICT ഇൻ ടീച്ചിങ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ICT stands for Information, Communication and Technology. Through ICT, images can easily be used in teaching and improving the retentive memory of students. അതായത് നമ്മൾ ഇതിലൂടെ ഇമേജസ് ഒക്കെ കാണിച്ചല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ ക്ലാസ് എഫക്റ്റീവ് ആവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ സമയം ഇമേജൊക്കെ കണ്ട് പഠിക്കുന്നതുകൊണ്ട് ഓർമ്മയിലുണ്ടാവും, പെട്ടെന്ന് മറന്നു പോവില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ അറ്റൻഡൻസും അതുപോലെ കോൺസെൻട്രേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ICT യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ പ്രൊഫഷണൽ സ്കിൽസും ടീച്ചിങ് സ്കിൽസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ഇന്നവേറ്റീവ് ടീച്ചിങ് അല്ലേ, നമ്മൾ സാധാ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന പോലെയല്ല, പുതിയ തരത്തിൽ എന്തെങ്കിലും ഇന്നവേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സ്ലൈഡും കാര്യങ്ങളും ഒക്കെ ടീച്ചേഴ്സിന് പ്രത്യേകം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ടീച്ചേഴ്സിന് യൂസ്ഫുള്ളാണ്, കുട്ടികൾക്കും യൂസ്ഫുള്ളാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻഡിവിജ്വലൈസിങ് ഇൻസ്ട്രക്ഷനാണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒരുപോലെ അല്ലല്ലേ. ആവറേജ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളുടെ ഇൻട്രസ്റ്റും എബിലിറ്റി ആപ്റ്റിറ്റ്യൂഡ് എല്ലാം നമ്മൾ പരിഗണിച്ച് വേണം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം വളരെ ഹയർ ലെവലിലായിരിക്കരുത് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. എപ്പോഴും നമ്മൾ ആവറേജ് ലെവലിലുള്ള കുട്ടികളെയും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നും പറഞ്ഞ് നമ്മൾ ബാക്കിയുള്ള കുട്ടികളെ കളയണമെന്നല്ല, അവരുടെ ഇൻട്രസ്റ്റ്, അതായത് ഓരോ കുട്ടികളുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും അവരുടെ എബിലിറ്റീസും എല്ലാം ബേസ് ചെയ്ത് വേണം നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയാലും, നമ്മൾ കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതായാലും, നമ്മുടെ ഇൻസ്ട്രക്ഷൻ ആയാലും എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബേസ് ചെയ്തിരിക്കണം. അപ്പം ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇൻ വിച്ച് കണ്ടൻറ്റ്, ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി and pace of learning are based upon the abilities and interest of each learner. മനസ്സിലായല്ലോ? ഇനി ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ലേണർ പേസ് ഓഫ് ലേണിംഗ്. അതായത് എപ്പോഴും, അതായത് എല്ലാ കുട്ടികളുടെയും പഠന വേഗത എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ പഠന വേഗതയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം. അടുത്തത് ലേണർ ഷുഡ് ബി എൻകറേജ് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ദെയർ ഓൺ. ഇപ്പോൾ അവൻ സ്വന്തമായിട്ടൊരു പ്രശ്ന പരിഹരണം നടത്തി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം അല്ലെങ്കിൽ എൻകറേജ് ചെയ്യണം. ലേണർ ഷുഡ് ബി ഏബിൾ ടു ഗ്രാസ്പ് ഓൾ ദ കണ്ടൻറ്റ്. അതായത് കുട്ടിക്ക് എല്ലാ കണ്ടൻറ്റും നല്ല രീതിയിൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. നെക്സ്റ്റ്, അസസ്മെൻറ്റ് ഷുഡ് ബി കണ്ടക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സെക്ഷൻ
ടു നോ ഇഫ് ദ കോൺസെപ്റ്റ് ഹാസ് ബീൻ മാസ്റ്റേർഡ് ഓർ നോട്ട്. അതായത് എപ്പോഴും എന്താണ്, നമ്മളിപ്പോൾ ഒരു പാഠഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഒരു അസസ്മെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യണം അല്ലേ. അപ്പോഴാണ് കുട്ടിക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂ. ലേണിംഗ് ഷുഡ് ബി ഡിസൈൻഡ് സോ ദാറ്റ് ഇറ്റ് ജനറേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ ലേണർ. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ലേണിംഗ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഗീവ്സ് ബെറ്റർ റിസൾട്ട് ഇൻ ലെസ് ടൈം. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച ഫലം നൽകുന്നതാണ്. എന്തൊക്കെയാണ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷനുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്? പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഓഡിയോ ട്യൂട്ടോറിയൽ സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, മോഡുലാർ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഫോർ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ലേണിംഗ് കോൺട്രാക്ട്സ്. ഈ പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കെല്ലർ പ്ലാൻ എന്ന് പറയും കേട്ടോ. കെല്ലർ പ്ലാൻ എന്ന മറ്റൊരു പേരാണ്. പേഴ്സണലൈസ്ഡ് എന്ന് പറയുന്നത് അറിയാലോ, ഓരോ കുട്ടികളുടെ കഴിവിനനുസരിച്ച് പേഴ്സണലായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഡെവലപ്ഡ് ബൈ, ആരാണിത് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഫ്രെഡ് എസ് കെല്ലർ ആണ്. ഇതിനെ നമ്മൾ കെല്ലർ പ്ലാൻ എന്നും കൂടെ പറയും. ഇൻസ്ട്രക്ഷൻ ഇൻ വിച്ച് ദ പേസ് ഓഫ് ലേണിംഗ് ആൻഡ് ദ ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച് ആർ ഒപ്റ്റിമൈസ്ഡ് ഫോർ ദ നീഡ്സ് ഓഫ് ഈച്ച് ലേണർ. ഓരോ ലേണറിൻ്റെ നീഡിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച്, എബിലിറ്റിക്ക് അനുസരിച്ച്, ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഓഡിയോ ട്യൂട്ടോറിയൽ സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ആൻ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ദാറ്റ് അലൗസ് സ്റ്റുഡൻസ് ടു യൂസ് എ സ്റ്റഡി കാരൽ ആൻഡ് പ്രൊസീഡ് അറ്റ് ദെയർ ഓൺ പേസ് യൂസിങ് എ വെറൈറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ഡിവൈസസ്. അപ്പോൾ ഈ ഓഡിയോ ട്യൂട്ടോറിയൽ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശ ഉറവിടം എന്ന് പറയുന്നത് ഓഡിയോ ടേപ്പാണ്. കുട്ടികളുടെ പഠനത്തിന് വിശദമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശവും എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ടേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച്, അതായത് ഇതിലെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അവരെന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, എങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ഈ പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഓഡിയോ ടേപ്പാണ് നൽകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോ പഠന പ്രവർത്തനവും കുട്ടിക്ക് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, എന്തെല്ലാം മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഓഡിയോ ടേപ്പ് വഴി കൊടുക്കുന്നു. അതാണ് ഓഡിയോ ട്യൂട്ടോറിയൽ സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് മോഡുലാർ ഇൻസ്ട്രക്ഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ദാറ്റ് ഡിവൈഡ് കോഴ്സ് കണ്ടന്റ് ഇൻറ്റു ഇൻഡിപെൻഡൻറ്റ് സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ്സ് കോൾഡ് മൊഡ്യൂൾസ്. Each module focuses on well-defined learning objectives and allows students to work through material at their own pace. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓഡിയോ ട്യൂട്ടോറിയലും അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ഇൻസ്ട്രക്ഷനേക്കാളും കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട രീതിയാണ് ഈ മോഡുലാർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടൻറ്റിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂണിറ്റ്സ് ആക്കി അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് അവരുടെ ആ ഒരു പഠന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ പ്രീ ടെസ്റ്റ് ഉണ്ടായിരിക്കും. കുട്ടിക്ക് ആ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിനെ പറ്റിയിട്ട് മുമ്പ് എന്തൊക്കെ അവനറിയാം, എന്തൊക്കെ പ്രീവിയസ് നോളേജ് ആണ് അവനുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രീ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, തീർച്ചയായിട്ടും ആ ഒരു പഠന ലക്ഷ്യം എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതിൻ്റെ ഐഡിയ, ഈ ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള ഐഡിയ കുട്ടികൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ്, അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ ചെയ്യേണ്ടത് അതേ പറ്റിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ച ശേഷം ഒരു പോസ്റ്റ് ടെസ്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മോഡുലാർ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. ഇനി അടുത്തത് ലേണിംഗ് കോൺട്രാക്ട്സ് ആണ്. റെസ്പോൺസിബിലിറ്റി മേ ഇൻവോൾവ് മോണിറ്ററിംഗ് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് ആൻഡ് പ്രൊവൈഡിംഗ് one-on-one tutorial sections. The agreement between the teacher and student is recorded in a contract that is signed and honored by both parties. അത് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ലേണിംഗ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടീച്ചറും കുട്ടികളുമാണ് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്, ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പം കുട്ടികൾ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഫെസിലിറ്റേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ടീച്ചറാണ് അല്ലേ. അപ്പോൾ അവരെ അസസ് ചെയ്യാനും അവരെ മോണിറ്റർ ചെയ്യുന്നതും അവരുടെ പ്രോഗ്രസ് നോക്കുന്നതും ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ടീച്ചറിൻ്റെ ഡ്യൂട്ടിയാണ്.
അപ്പോൾ ഇത് ഈ ലേണിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു അഗ്രിമെൻ്റ് ആണ് അല്ലേ, ടീച്ചറും നമ്മുടെ കുട്ടികളും തമ്മിലുള്ളൊരു അഗ്രിമെൻ്റ് ആണ്. ജസ്റ്റ് അത് പറഞ്ഞ് നിർത്തിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എടുത്ത് പറയാത്തത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതെന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ഇൻസ്ട്രക്ഷനാണ്. അത് കുറച്ച് കെല്ലർ പ്ലാനുമായിട്ട് വരുന്നത് കൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയെല്ലാം ജസ്റ്റ് നോക്കി വെച്ചേക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ തന്നെ കാണാം. ഇനി നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പോയിന്റ് ഞാൻ ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്